ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കരിയർ മേക്കർ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് എടുക്കാൻ പോകുന്നത് QA ക്വാണ്ടിറ്റി ആപ്റ്റിയുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കായ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ കോമ്പൗണ്ട് ചെയ്യാൻ പല മെത്തേഡ്സ് ഉണ്ട്. ഫോർമുല ഉണ്ട്, ദെൻ കോഡിംഗ് മെത്തേഡ് ഉണ്ട്, അതെല്ലാം ട്രീ മെത്തേഡ് ഉണ്ട്. ഏറ്റവും എളുപ്പമുള്ള ഈസിയസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ അത് റേഷ്യോ മെത്തേഡാണ്. അപ്പോൾ നമ്മളിന്ന് റേഷ്യോ മെത്തേഡാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞു പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ഫൈൻഡ് ദ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഓൺ റുപ്പീസ് 25,000 invested at 20% per annum for 2 years. അപ്പോൾ നമ്മൾ റേഷ്യോ മെത്തേഡ് പഠിക്കുമ്പോൾ ആദ്യം നിങ്ങൾ നോക്കേണ്ട കാര്യം ആ റേറ്റാണ്. റേറ്റ് എത്ര പെർസെൻ്റ് ആണ്? 20% ആണ്. അപ്പോൾ എന്തായി 20%? നമുക്ക് ഫ്രാക്ഷൻ വാല്യൂ അറിയാം. 20% എന്ന് പറഞ്ഞാൽ 20 ഡിവൈഡഡ് ബൈ പെർസെൻറ്റ് മാറ്റം എന്ത് ചെയ്യണം? ഡിവൈഡ് ബൈ 100 കട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1/5. അല്ലെങ്കിൽ നമ്മൾ കുറേ ഫ്രാക്ഷൻ വാല്യൂസ് കാണാതെ പഠിക്കുന്നതാണ്. അപ്പോൾ 20% 1/5 ആണെന്ന് മെജോറിറ്റി ആൾക്കാർക്കും അറിയായിരിക്കും. അപ്പോൾ 20% എന്ന് പറഞ്ഞാൽ എന്താണ്? 1/5. അതിൽ ആ ബേസ് വാല്യൂ ഇല്ലേ, ഡിനോമിനേറ്റർ ആയിരിക്കും നമ്മുടെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞത്. ഡിനോമിനേറ്റർ ആണ് നമ്മുടെ പ്രിൻസിപ്പിൾ. അതിന് മുകളിലുള്ള വാല്യൂ ഉണ്ടല്ലോ, ന്യൂമറേറ്റർ, അത് നമ്മുടെ ഇൻട്രസ്റ്റാണ്. മീനിങ് എന്താ? പ്രിൻസിപ്പിൾ 5 ആണെങ്കിൽ ഇൻട്രസ്റ്റ് എത്രയാണ്? 1 ആണ്. ദെൻ എമൗണ്ട് എത്രയായിരിക്കും? ഇവിടെ നോക്കി, പ്രിൻസിപ്പിൾ എഴുതി, ഇവിടെ എന്താണ്? എമൗണ്ട്. ഇതിൻ്റെ റേഷ്യോ ആണ് നമ്മൾ കാണാൻ പോകുന്നത്. പ്രിൻസിപ്പിളിൻ്റെ എമൗണ്ട് റേഷ്യോ ആണ് കാണാൻ പോകുന്നത്. അവിടെ എത്രയാ? ഡിനോമിനേറ്റർ 5 ആണ്. അപ്പോൾ പ്രിൻസിപ്പിൾ എത്രയാണ്? 5 ആണ്. എമൗണ്ട് എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പിൾ പ്ലസ് ഇൻട്രസ്റ്റ് ആണ്. 5 + 1 അപ്പോൾ എത്ര കിട്ടും? 6. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രിൻസിപ്പിളിൻ്റെയും എമൗണ്ടിൻ്റെയും റേഷ്യോ കിട്ടി. ഏത് ഇയറിലെ? ഫസ്റ്റ് ഇയറിൽ. അപ്പോൾ ഇത് ഏത് ഇയർ ആണ്? ഫസ്റ്റ് ഇയർ. ഓക്കെ, നമുക്ക് മൊത്തം എത്ര ഇയേഴ്സ് ഉണ്ട്? 2 ഇയേഴ്സ് ഉണ്ട്. അപ്പൊ സെക്കൻഡ് ഇയറിന്റെ റേഷ്യോ സെയിം റേഷ്യോ ആണ്, കാരണം റേറ്റ് വ്യത്യാസമില്ല, 20% ആണ്. അപ്പൊ എന്ത് തന്നെ? 5:6. ഓക്കെ, ആഫ്റ്റർ 2 ഇയേഴ്സ് ആകുമ്പോൾ പ്രിൻസിപ്പൽ എത്രയാവും? ഈ രണ്ട് വാല്യൂസ് ഇൻഡ്യൂ ചെയ്യുക. അപ്പൊ എത്ര? 25 ഈ രണ്ട് വാല്യൂസ് ഇൻഡ്യൂ ചെയ്യുക. എത്ര കിട്ടി? 36. അപ്പൊ എന്റെ മീനിങ് എന്താ? 2 വർഷം കഴിയുമ്പോൾ ആഫ്റ്റർ 2 ഇയേഴ്സ് 25 ആണ് പ്രിൻസിപ്പൽ എങ്കിൽ നിങ്ങളുടെ എമൗണ്ട് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 36 ആയിരിക്കും. അവിടെ നിന്ന് ഇൻട്രസ്റ്റ് കാണാൻ പറഞ്ഞാൽ ഡിഫറൻസ് എടുക്കുക. 36 - 25 എത്ര കിട്ടി? 11 കിട്ടി. ദെൻ നമുക്ക് എന്താണ് തന്നിട്ടുള്ളത്? എന്താണ് വേണ്ടത്? തന്നിട്ടുള്ളത് എന്താണ്? കണ്ടുപിടിക്കേണ്ടത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്. തന്നിട്ടുള്ളത് പ്രിൻസിപ്പിൾ ആണ്. ₹25,000 ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് നമ്മൾ എന്ത് പറയുന്നത്? പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. പ്രിൻസിപ്പിൾ എത്രയാണ്? 25,000. ഇവിടെ എത്രയാ പ്രിൻസിപ്പിൾ? 25 അല്ലേ? അപ്പോൾ 25ന്റെ വാല്യൂ എത്രയും തന്നിട്ടുണ്ട്? 25,000 എന്ന് തന്നിട്ടുണ്ട്. ഈസിയാണ്. 25,000 ആവണമെങ്കിൽ എത്ര കൊണ്ട് ഇൻറ്റു ചെയ്യണം? ഇൻറ്റു 1000. ഇനി ഇത് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ 25,000നെ ഇവിടെ ഉള്ള ഈ 25 വെച്ച് ഡിവൈഡ് ചെയ്യാം. അപ്പം നമുക്ക് എത്ര കിട്ടും? 1000 എന്ന് കിട്ടും. ഓക്കെ, അപ്പം 25,000 ആണെങ്കിൽ എത്ര കൊണ്ട് ഇൻറ്റു ചെയ്യണം? 1000 കൊണ്ട് ഇൻറ്റു ചെയ്യണം. ദെൻ നമുക്ക് എന്താ വേണ്ടേ? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് വേണ്ടത്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എത്ര? ഡിഫറൻസ് എന്നല്ലേ പറഞ്ഞേ? എത്രയാണ്? 11. അപ്പൊ 11ന്റെ വാല്യൂ എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. എത്ര ടൈംസ് തന്നെ? 1000 ടൈംസ് തന്നെയാണ്. അപ്പൊ എത്ര കിട്ടും? 11,000. എത്ര കിട്ടി? 11,000. നമ്മുടെ ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ സി. ഓക്കെ അല്ലേ? നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ദിവസം നോക്കി, എന്താണ്? വീണ്ടും ഫൈൻഡ് ദ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഓൺ ₹25,600 ഇൻവെസ്റ്റഡ് അറ്റ് 37.5% per annum for 3 years. അപ്പൊ അവിടുത്തെ റേറ്റ് നോക്കി, 37.5%. 37.5% പഠിച്ചിട്ടുള്ള വാല്യൂ ആണ്. എത്രയാണ്? 3/8. ഫ്രാക്ഷൻ വാല്യൂ 3/8. എങ്ങനെ വന്നു? 12.5% നമ്മൾ 1/8 എന്ന് പഠിച്ചിട്ടുണ്ട്. ഈ 12.5%ന്റെ 3 ടൈംസ് ആണ് എത്രയെന്ന് പറഞ്ഞാൽ 37.5%. അപ്പം ഇത് എത്ര ടൈംസ് ആയിരിക്കും? 3 ടൈംസ് ആയിരിക്കും. അപ്പോൾ 1/8 × 3 ആണ് 3/8 ആയത്. ഓക്കെ, അപ്പോൾ 37.5% എവിടെ കണ്ടാലും ഓർത്തോണം 3/8 ആണ്. അതുപോലെ 62.5% കണ്ടാൽ 5/8 ആണ്. 87.5% കണ്ടാൽ 7/8 ആണ്. ഇതൊക്കെ സ്ഥിരമായി ചോദിക്കുന്ന ഫ്രാക്ഷൻ വാല്യൂസ് ആണ്. ഇവിടെ എത്ര ഫ്രാക്ഷൻ വരുന്നത്?
3/8. നമ്മൾ നേരത്തെ ചെയ്ത പോലെ പ്രിൻസിപ്പൽ എടുത്തു, എമൗണ്ട് എടുത്തു, റേഷ്യോ കാണണം. ഫോർ ഫസ്റ്റ് ഇയർ അവിടെ എത്രയാണ് നമ്മുടെ ഫ്രാക്ഷൻ വാല്യൂ എത്ര? 3/8. അതിൽ 8 ആണ് പ്രിൻസിപ്പൽ, ഇതാണ് ഇൻട്രസ്റ്റ്. അപ്പോൾ ഇതിനോട് ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? നമുക്ക് എമൗണ്ട് കിട്ടും. അപ്പോൾ പ്രിൻസിപ്പൽ എത്രയാണ്? 8 ആണ്. അതിൻ്റെ കൂടെ ഇൻട്രസ്റ്റ് 3 ആഡ് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടി? എമൗണ്ട് കിട്ടി 8:11. ഇത് ഫോർ 1 ഇയർ ആണ്. നമുക്ക് എത്ര ഇയർ ഉണ്ട്? 3 ഇയേഴ്സ് ഉണ്ട്. വീണ്ടും എത്രയാണ്? 8:11. അടുത്ത് വീണ്ടും എത്രയാണ്? 8:11. എല്ലാം കൂടെ കാണാൻ നമ്മൾ എന്ത് ചെയ്യും? ഇൻറ്റു ചെയ്യും ആണല്ലോ. അപ്പോൾ എന്ത് ചെയ്യും ഇവിടെ? 8 × 8 × 8. 8ൻ്റെ ക്യൂബ് വാല്യൂ എത്ര? 512 ആണല്ലോ. ദെൻ 11 × 11 × 11. 11ൻ്റെ ക്യൂബ് എത്രയാണ്? 1331. ഓക്കെ. അപ്പോൾ നമുക്ക് പ്രിൻസിപ്പളും കിട്ടി, എമൗണ്ട് കിട്ടി. നമുക്ക് ഇനി എന്താ വേണ്ടത്? ഇൻട്രസ്റ്റാണ് വേണ്ടത്. അപ്പോൾ ഇൻട്രസ്റ്റ് എങ്ങനെ കാണുന്നത്? ഡിഫറൻസ് എടുക്കുക. ഏത് ചെയ്യുന്നത്? 1331 നിന്ന് 512 എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ളത് നോക്കിയേ, എന്താ തന്നിട്ടുള്ളത്? പ്രിൻസിപ്പിൾ ഉണ്ട്. എത്ര എവിടെ പ്രിൻസിപ്പിൾ? 512 ആണ് പ്രിൻസിപ്പിൾ. നമുക്ക് കിട്ടിയ പ്രിൻസിപ്പിൾ ക്വസ്റ്റ്യൻ എത്രയെന്ന് പറയുന്നു? 25600. അപ്പോൾ എത്ര ടൈംസ് ആണ്? ചിലപ്പോൾ നമുക്ക് ഡൗട്ട് തോന്നും. ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഈ 512ൻ്റെ ഹാഫ് ആണ് 256 എന്ന് പറഞ്ഞത്. ഓക്കെ. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ കാണാം, 1 ടൈംസ് എത്ര? 1 എത്ര? ഇതങ്ങ് ഡിവൈഡ് ചെയ്താൽ മതി. എത്ര കിട്ടും? 25600 ഡിവൈഡ് ബൈ എത്ര? 512. ഓക്കെ. കട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ 256 വെച്ച് കട്ട് ചെയ്തു. ഇവിടെ എത്ര ടൈംസ് ആണ്? 2 ടൈംസ് ആണ്. ഇവിടെ എത്രയാണ്? 1 ടൈംസ് ആണ്. പിന്നെ എത്ര? 2 0. 2 വെച്ച് വീണ്ടും കട്ട് ചെയ്ത് അപ്പോൾ എത്ര കിട്ടി? 50. അപ്പോൾ 1ൻ്റെ വാല്യൂ എത്രയെന്ന് കിട്ടി? 50 എന്ന് കിട്ടി. അത് ഇവിടെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. 50 അല്ല, ഒരു ഓക്കെ 50 എന്ന് കിട്ടി. 1ൻ്റെ വാല്യൂ എത്രയെന്ന് കിട്ടുന്നു? 50 എന്ന് കിട്ടുന്നു. ദെൻ നമുക്ക് എന്താ വേണ്ട? ഇൻട്രസ്റ്റ് അല്ലേ? ഇൻട്രസ്റ്റ് ഡിഫറൻസ് എടുക്കുക. എന്താണ്? 1331 മൈനസ് എന്താണ്? 512. ഇതിൻ്റെ ഡിഫറൻസ് എടുത്ത് അപ്പോൾ എത്ര കിട്ടും? 9. ഇവിടെ 1 ആണ്. ഇവിടെ എത്ര കിട്ടും? 8 കിട്ടും. അപ്പോൾ എത്ര? 819. അപ്പോൾ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 819ൻ്റെ വാല്യൂ എത്രയെന്നാണ്. 1ൻ്റെ വാല്യൂ എത്രയെന്ന് കിട്ടി? 50 എന്ന് കിട്ടി. അപ്പം 819ൻ്റെ വാല്യൂ എത്ര? 819 × 50. ഓപ്ഷനകത്ത് നമ്മൾ എല്ലാം ചെയ്തുകൊണ്ട് ആവശ്യം വരുന്നില്ല. അവിടെ നോക്കിയേ, ഇവിടെ 9 ഉണ്ട്, ഇവിടെ 5 ഉണ്ട്. 9 × 5 എപ്പോഴും ഏതിൽ അവസാനിക്കും? 5ൽ അവസാനിക്കും. അപ്പോൾ 50 എന്ന ഓപ്ഷൻ എന്ത് ചെയ്യുക? സെലക്ട് ചെയ്യുക. ഓപ്ഷൻ എന്താണ്? നിങ്ങൾക്ക് ഇൻറ്റു ചെയ്ത് നോക്കാം. അതല്ലാതെ തന്നെ ഇവിടെ 9 × 0 എപ്പോഴും 0 ആയിരിക്കും. എല്ലാ ഓപ്ഷനിലും ലാസ്റ്റ് ഡേറ്റ് എന്താണ്? 0 ആണ്. അപ്പോൾ അത് വെച്ച് പറയാൻ പറ്റില്ല. അടുത്ത് എന്ത് പറയാം? 9 × 5 എത്ര? 45. അപ്പം അവസാനിക്കുന്ന നമ്പർ എത്ര? 50ൽ അവസാനിക്കും. അങ്ങനെ ഒറ്റ ഓപ്ഷൻ ഉള്ളൂ. അപ്പോൾ എത്ര? 40950. ഓക്കെ അല്ലേ? അപ്പം ഈസിയാണ്. നമ്മളെ ആദ്യം നമ്മൾ ഫ്രാക്ഷൻ വാല്യൂ ചെയ്തുക. അതിൽ ഡിനോമിനേറ്റർ എന്തായിട്ട് കണക്കാക്കുക? ഡിനോമിനേറ്റർ നമ്മുടെ പ്രിൻസിപ്പിളാണ്. മുകളിലുള്ള വാല്യൂ ന്യൂമറേറ്റർ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എമൗണ്ട് കിട്ടും. അത് എത്ര വർഷം നോക്കുക. 2 ഇയർ ആണെങ്കിൽ 2 പ്രാവശ്യം റേഷ്യോ ചെയ്താൽ, 3 വർഷമാണെങ്കിൽ 3 പ്രാവശ്യം റേഷ്യോ ചെയ്താൽ അതിൻ്റെ പ്രോഡക്റ്റ് എടുക്കുക. അതിൻ്റെ ഡിഫറൻസ് എടുത്ത് നമുക്ക് എന്ത് കിട്ടും? ഇൻട്രസ്റ്റ് കിട്ടും. ഇതാണ് നമ്മൾ ഈ 2 ക്വസ്റ്റ്യൻ ചെയ്തു വന്നത്. ഓക്കെ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പം അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ദ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഓൺ സർട്ടൺ സം. സമ്മ് തന്നിട്ടില്ല. നേരത്തെ ക്വസ്റ്റ്യൻ നമുക്ക് എന്തുണ്ടായിരുന്നു? സം ഉണ്ടായിരുന്നു. ഇവിടെ സം ഇല്ല. വെൻ ഇൻവെസ്റ്റഡ് അറ്റ് 14.28% for an annum per annum for 3 years. അപ്പോൾ അവിടെ നമുക്ക് ഫ്രാക്ഷൻ എഴുതണം. ഇത് സ്ഥിരമായി കാണുന്ന ഫ്രാക്ഷൻ ആണ്. 14.28% എന്ന് പറഞ്ഞ ഫ്രാക്ഷൻ എത്ര? 1/7. 1/7. നമുക്ക് റേഷ്യോ ചെയ്താൽ റേഷ്യോ എന്താ വരുന്നത്? ഇവിടെ ഇൻട്രസ്റ്റ് വന്നിട്ടുണ്ട് 3380. ഫൈൻഡ് ദ സം എന്നാണ്. ഓക്കെ. പ്രിൻസിപ്പിൾ എഴുതി, എമൗണ്ട് എഴുതി. പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും? ഡിനോമിനേറ്റർ ആയിരിക്കും. അപ്പോൾ എത്ര? 7. എമൗണ്ട് കാണാൻ പറഞ്ഞാൽ എന്ത് ആഡ് ചെയ്യണം? ന്യൂമറേറ്റർ എടുത്ത് ആഡ് ചെയ്യുക. 1 ആഡ് ചെയ്യുക. അപ്പോൾ എത്ര കിട്ടി? 8 കിട്ടി. അപ്പോൾ റേഷ്യോ ആയി. ഇനി എത്ര വർഷമുണ്ട്? എത്ര വർഷം? 3 ഇയേഴ്സ് ആണ്. അപ്പം റേഷ്യോ 3 പ്രാവശ്യം എഴുതണം. ഓക്കെ. ദെൻ ആഫ്റ്റർ 3 ഇയേഴ്സ് ഉള്ള നമുക്ക് പ്രിൻസിപ്പൽ എമൗണ്ട് നോക്കാം. ഇവിടെ 7ൻ്റെ ക്യൂബ്. അപ്പോൾ എത്ര കിട്ടി? 343 എന്ന് കിട്ടുന്നു. ഓക്കെ. 8ൻ്റെ ക്യൂബ് 512. ഓക്കെ. നമുക്ക് എന്ത് കാണണം? അവിടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഉണ്ട്, സമ്മ് കാണണം.
അപ്പം ഉള്ളത് നോക്കണം. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ ആദ്യം കോമ്പൗണ്ട് ടെസ്റ്റ് കാണുക. എങ്ങനെ കോമ്പൗണ്ട് ടെസ്റ്റ് കാണുന്നത്? എമൗണ്ടിൽ നിന്ന് പ്രിൻസിപ്പൽ മൈനസ് ചെയ്യും. അപ്പോൾ നമ്മൾ എന്ത് മൈനസ് ചെയ്യും? ഇവിടെ നമുക്ക് 512 മൈനസ് എത്ര? 343. ഡിഫറൻസ് എടുക്കുക. അപ്പോൾ എത്രയായിട്ട് ഇവിടെ? ഇവിടെ 9 ആയി. അടുത്ത് ഇവിടെ എത്രയാവുന്നു? 6 ആവുന്നു. ഇവിടെ എത്രയാവുന്നു? 1 ആവുന്നു. അപ്പോൾ എത്ര? 169. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 169 ആണ് നമ്മുടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. പക്ഷെ ക്വസ്റ്റ്യൻ അത് എത്രയെന്ന് പറയുന്നു? 3380 എന്ന് പറയുന്നു. ഓക്കെ, കണ്ടാലേ മനസ്സിലാവും. അവിടെ നമ്മൾ നോക്കി അറിയാൻ പറ്റും. ഇവിടെ 169 ആണ്, ഇവിടെ 338 ആണ്. ഇതിൻ്റെ 2 ടൈംസ് അല്ലേ ഇവിടെ? ഇപ്പം 2 ടൈംസ് പിന്നെ എന്ത് കൊടുക്കുക? ഒരു 0 കൊടുക്കുക. കാരണം ഇവിടെ 0 ഉണ്ട്, അതുകൊണ്ട് ആ ഇൻറ്റു 0 കൊടുത്ത്. ദെൻ നമുക്ക് എന്ത് കാണണം? കണ്ടുപിടിക്കേണ്ടതാണ് സം ആണ്. നമ്മുടെ സം എത്ര? നമ്മുടെ സം ആണ് 343. അപ്പം 343 എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. എത്ര ടൈംസാ? 20 ടൈംസ് അല്ലേ? അപ്പോൾ ഇതും 20 ടൈംസ് ആണ്. ഇൻറ്റു 2 ചെയ്ത് എത്ര കിട്ടും? 6 8 6 0. ഓപ്ഷൻ സി. ഈസി അല്ലേ? നമ്മൾ മാത്തും ചെയ്തെന്ന് പറഞ്ഞാൽ സം ഉണ്ട്, ഇൻട്രസ്റ്റ് ഉണ്ട്, ഇയർ ഉണ്ട്, എന്ത് കാണും? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാണും. ഇപ്പം എന്താണ്? നേരെ സം ഇല്ല, പക്ഷെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഉണ്ട്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട്, നമ്പർ ഓഫ് ഇയേഴ്സ് ഉണ്ട്. ഓക്കെ.